الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹവും ബഹുമാനവും സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ അനവധി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. വീണ്ടും അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും വിശ്വാസത്തെ കൃത്യതയോടെ ദൃഢീകരിക്കാനുമുള്ള. ആ സമയങ്ങളെ നാം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും വിശ്വാസം ഉറപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് മുന്നേറുകയും അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനെതിരിലുള്ള മുഴുവൻ പ്രതിസന്ധികളെയും ഏതെല്ലാം നിലയിലുള്ള തടസ്സങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു തട്ടിമാറ്റി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണത്തിന് അതിനൊരു കണ്ണിയാവാൻ അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളരെ കുറച്ച് നാളത്തേക്കുള്ള ജീവിതത്തിനായി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നതോടുകൂടി
ഒരു മനുഷ്യനെന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യർ എന്ന നിലയിൽ എങ്ങനെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചു. പ്രവാചകന്മാരെ കണ്ട് കേട്ട് അറിഞ്ഞ് പഠിച്ച അവരുടെ സ്വഹാബികൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയും എല്ലാവിധത്തിലുള്ള പ്രതികൂല അവസ്ഥകളിലും അവർ ദീനിനെ മുറുകെ പിടിക്കുകയും ചെയ്തു. ദാരിദ്ര്യാവസ്ഥയിലും സമ്പന്നതയിലും രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും രാഷ്ട്രീയ കോളിളക്കങ്ങളുടെ അവസ്ഥകളിലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പരിസരത്തിലുള്ള പല രാജ്യക്കാരും, ആദ്യം അവരുടെ നാട്ടുകാരടക്കം, ആ പുണ്യാത്മാക്കൾക്കെതിരിൽ തിരിയുകയും അതിനെല്ലാം അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അതിനെ നേരിടുകയും ചെയ്യും. നാമും ഒരു നിലയിലല്ലെങ്കിൽ വേറൊരു നിലയിൽ ഇതേപോലെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാലം വരും, ദീൻ എന്നത് ഒരാൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവൻ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയായിരിക്കും. അതായത് അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഗൗരവവും നമ്മെ പഠിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ശക്തമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കട്ടയോടാണ്. അതിനെ എങ്ങനെ കൈകൊണ്ട്, പച്ച കൈകൊണ്ട് എങ്ങനെ അതിനെ പിടിക്കാൻ കഴിയും? അതേ ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലവും ഒരു ലോകവും അങ്ങനെയുള്ള കോലങ്ങളുള്ള കുറേ മനുഷ്യന്മാരുടെ അവസ്ഥയിലും ഒക്കെ ജീവിക്കേണ്ടി വരുമെന്നും അന്നും ദീനിനെ മുറുകെ പിടിക്കണമെന്നുമാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും മാത്രമേ നിങ്ങൾ മുറുകെ പിടിക്കാവൂ എന്ന് ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ്. നബി അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ചോരയുടെ കരളിൻ്റെ കഷ്ണങ്ങളായി മാറിയ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളോടൊപ്പം ഒത്തു ജീവിക്കുന്ന നിങ്ങളുടെ ഇണകൾ, വശീറത്തുക്കും നിങ്ങളുടെ മറ്റു ചുറ്റുപാടുകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ രാഷ്ട്രീയാവസ്ഥ, നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ, മറ്റു എല്ലാ വസ്തുക്കളും, അംവാലുനെക്ക് തറഫ്തുമുഹ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി സൂക്ഷിച്ചു വച്ച നിങ്ങളുടെ സമ്പത്ത്, തിജാറത്തുൽ തഖ്ശൗന കസാദഹ നഷ്ടം വരുമോ എന്ന് നിങ്ങൾ ഓരോ ദിവസവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, മസാക്കിനു തറുള്ളൗനഹ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ ഭവനങ്ങൾ, വീടുകൾ. 5-8 വിഭാഗം 8 കാര്യങ്ങളെയാണ് അള്ളാഹു അത്തൗബ അധ്യായത്തിൻ്റെ 24-ാം വചനത്തിലൂടെ പറഞ്ഞത്. ഈ 8 വിഭാഗങ്ങളോ അല്ലെങ്കിൽ 8-ൽ 1 ആണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി. നിങ്ങൾക്കിഷ്ടം അള്ളാഹുവിനേക്കാൾ, അവൻ്റെ റസൂലിനേക്കാൾ, അവൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമം, ജിഹാദിനേക്കാൾ. ഈ 3 കാര്യത്തേക്കാൾ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട മേൽപ്പറഞ്ഞ 8 കാര്യങ്ങളോ അല്ലെങ്കിൽ അവകളിൽ 1 ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫതറബ്ബസു നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഹത്താ യഅതി അല്ലാഹു ബി അംരി അള്ളാഹു അവൻ്റെ തീരുമാനവും അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുന്ന ഒരു ദിവസം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവന് ബന്ധപ്പെട്ട, അവന് വേണ്ടുന്ന കാര്യങ്ങളെയാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. ഇവകളേക്കാളെല്ലാം അള്ളാഹുവിനോടായിരിക്കണം, അവൻ്റെ റസൂലിനോടായിരിക്കണം, അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ദഅവത്ത്, ത്യാഗപരിശ്രമങ്ങൾ, ഇതിനായിരിക്കണം നിങ്ങൾ സ്ഥാനം വെക്കേണ്ടത്
ഇതിന് ഉപരിയായിക്കൊണ്ടുള്ള ഒരു സ്ഥാനം വേറെ ഏതെങ്കിലും മേൽപ്പറയപ്പെട്ട ഒന്നിന് നിങ്ങൾ വച്ചാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ നിന്നും കഠിനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അപ്പോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിനായിരിക്കണം, പിന്നെ റസൂലിനായിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ദീനിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ പ്രബോധനത്തിനും അതിൻ്റെ ദഅവത്തിനുമായിരിക്കണം. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നിലേ വരാവൂ. ഓരോ കാലങ്ങൾ കഴിയും തോറും അതിൻ്റെ ദഅവത്തിൻ്റെ മേഖലയും അതുപോലെ തന്നെ ത്യാഗപരിശ്രമങ്ങളുടെ അവസ്ഥകളും വ്യത്യസ്തമായിരിക്കും. എങ്ങനെ കണ്ട് വ്യത്യസ്തമായാലും നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമത്തിനോടും ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് അള്ളാഹു പറയുമ്പോൾ, വിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അംഗീകരിച്ച് വിശ്വസിച്ച് പോകുന്ന പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, കുട്ടിയാകട്ടെ, യുവാവാകട്ടെ അല്ലെങ്കിൽ യുവതിയാകട്ടെ, പ്രായം ചെന്നവരാകട്ടെ, അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും നിലയിലുള്ള ഏതെങ്കിലും ആളുകളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. അങ്ങനെ അവരധർമ്മമായ നിലയിൽ ഇവരുടെ തീരുമാനത്തിനനുസരിച്ച് നാം പിന്നീട് ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷാ നടപടികൾ ഇവിടെയും നാളെ മരണത്തിന് ശേഷവും നാം നേരിടേണ്ടി വരും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മുൻപ് നടന്നുപോയ ഒരു സംഭവത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹു ഒരിക്കൽ ജിബ്രീലിന് വഹ്യ് നൽകി, ഇന്നാലിന്ന പട്ടണം, പ്രദേശം അല്ലെങ്കിൽ ആ രാജ്യം അത് അങ്ങനെ തന്നെ എടുത്തു മറിച്ച് നശിപ്പിച്ചു കളയുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, അവിടെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും ലം യഅസിക തറഫത ഐൻ, ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും നിനക്ക് എതിര് പ്രവർത്തിക്കാത്ത ഒരു പുണ്യാത്മാവ് അല്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു സ്വാലിഹ്, ഒരു ഔലിയ അവിടെയുണ്ട് പടച്ചോന്. എങ്ങനെയാണ് ഞാൻ അദ്ദേഹം ഉണ്ടായിരിക്കെ ആ നാടിനെ നശിപ്പിക്കുക? ഫഖാല, അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു കൊടുത്തത്, ഇഖ്ലിബ്ഹ അലൈഹി വഅലൈഹി, അവനെയും അവരെയും കൊണ്ട് ആ നാടിനെ നീ മറിച്ച് കളയുക. കാരണം ഫഇന്ന വജ്ഹഹു ലം യതമഅർ ഫിയ സഅതൻ ഖത്തു, ഒരു സെക്കൻഡ് സമയം പോലും എൻ്റെ കാര്യത്തിൽ അവന് ഒരു വിഷമമുണ്ടായില്ല. ആ വലിയന് ഏത് കാര്യത്തിൽ? അവൻ്റെ ചുറ്റുപാടുള്ള ജനങ്ങൾ പേക്കൂത്തിലും അനാചാരത്തിലും അക്രമത്തിലും കുഫ്റിലുമായി ശിർക്കിലുമായി കഴിയുന്ന അവസ്ഥ അവൻ നേരിട്ട് കണ്ട് അറിഞ്ഞിട്ട് പോലും അവന് അതിൽ ഒരു വിഷമവും ഉണ്ടായില്ല. അങ്ങനെയുള്ളവൻ്റെ ഒരു ഇബാദത്തും അങ്ങനെയുള്ള ഒരുത്തൻ്റെ ഒരു പുണ്യവും എനിക്ക് വേണ്ട. അവനെയും കൂട്ടി ആ ഗ്രാമത്തെ മറിച്ച് കളയാൻ അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ആയിരിക്കണം, അവൻ്റെ റസൂലിനെ ആയിരിക്കണം, അവൻ്റെ ദീനിൻ്റെ വഴിയിലുള്ള ദഅവത്തിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നാം കൊടുക്കേണ്ടത്. നാം പ്രാധാന്യങ്ങൾ അതിന് കൊടുക്കുമ്പോൾ അതിനെതിരിലായിക്കൊണ്ട് പല നിലയിലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അതിലെല്ലാം ക്ഷമിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അധ്യായം ലുഖ്മാൻ, അതിൻ്റെ 17 ലുഖ്മാൻ എന്ന പുണ്യാത്മാവ് അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മകനെ, ആദ്യം അദ്ദേഹം ശിർക്ക് വയ്ക്കരുത്, നീ വച്ചിട്ട് സംസാരിക്കരുത്,
അഹങ്കാരത്തോടെ നടക്കരുത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, അഖിമിസ്സല, കൃത്യമായി നിസ്കരിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നല്ല കാര്യം ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. തിന്മകളിൽ നിന്നും ആളുകളെ നീ ഏതൊക്കെ നിലയിൽ നിനക്ക് തടയാൻ കഴിയുമോ ആ നിലയിലെല്ലാം തടയണം. വസ്ബിർ അലാ മാ അസാബക്, ഇങ്ങനെ നീ ഉപദേശവും തിന്മ തടയലുമായി നീ രംഗത്തിറങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നിനക്ക് നേരിടേണ്ടി വരും. ആളുകളിൽ നിന്നും, സംഘങ്ങളായി, പാർട്ടികളിൽ നിന്നും, ഭരണാധികാരികളിൽ നിന്നും ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ, പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ലേ? കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നേരിടേണ്ടി വന്നില്ലേ? റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നേരിടേണ്ടി വന്നില്ലേ? സ്വാലിഹ് നബിക്ക് നേരിടേണ്ടി, എല്ലാ പ്രവാചകന്മാരും അവരുടെ സത്യപ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നേരിടേണ്ടി വന്നില്ലേ? മകനെ, നീ ഇങ്ങനെ നന്മ ഉപദേശവും തിന്മ നിരോധിക്കലുമായി വരുമ്പോൾ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ നിനക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊക്കെ ദൃഢതയോടുകൂടി സഹിച്ച് ക്ഷമിച്ച് പ്രതിരോധിക്കേണ്ട വസ്തുക്കളിൽ പെട്ടതാണ്. നീ ക്ഷമ കൈക്കൊള്ളണം, നീ അത് തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നാണ് അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന ഉപദേശം. അള്ളാഹു നമ്മെ പുകഴ്ത്തി പറഞ്ഞതും ഒരേ ഒരു കാര്യത്തിലാണ്. അന്തിമ സമുദായം എന്നതല്ല അള്ളാഹു നമ്മെ എടുത്തു പറഞ്ഞത്. ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളോട് നന്മ ഉപദേശിക്കുന്ന, ആളുകളോട് തിന്മ നിരോധിക്കുന്ന ഒരു സംഘമാണ് നിങ്ങൾ. ഈ ഒരു ക്വാളിറ്റി വേറെ ഒരു സമുദായത്തിനും അള്ളാഹു നൽകിയില്ല. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. സഹോദരങ്ങളെ, നാം വ്യക്തിപരമായി നിസ്കരിച്ചത് കൊണ്ടോ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഇതര സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ദീനിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. അത് നമ്മുടെ കുടുംബത്തിലേക്ക് പകർത്തണം, അത് നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്ക് പകർത്തണം, നമ്മുടെ നാട്ടുകാരിലേക്കാവണം, നമ്മുടെ പരിസരവാസികളിലേക്കാവണം. എങ്ങനെയൊക്കെയാണ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, 2-3 രീതിയുണ്ട് ദഅവത്തിന്. കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന തിന്മ കൈകൊണ്ട് തന്നെ തടുക്കണം. അതിന് പറ്റുന്ന സന്ദർഭങ്ങളും ആളുകളിലുമാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ ആശ്രിതരായി കഴിയുന്ന ആളുകൾ, അവരോട് കൈകൊണ്ട് തടയാൻ പറ്റും, അതങ്ങനെ തന്നെ തടയണം. പക്ഷെ എല്ലാവരിലേക്കും ഈ നിലയിലുള്ള ദഅവത്ത് നടന്നോളണമെന്നില്ല. അതിന് അങ്ങനെ വരുമ്പോൾ നാവ് കൊണ്ട് തടയാൻ പറ്റുന്ന ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ആയിരിക്കണം കൈകൊണ്ട് തടയാൻ പറ്റാത്ത ആളുകളും സന്ദർഭങ്ങളിലും ചെയ്യേണ്ടത്. അതിനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനോട് നിഫറത്ത്, ആ തിന്മയോട് വെറുപ്പെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ വേണം. ഇതാണ് അംറു ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകറിനെ 2-3 രീതിയിലുള്ള അതിൻ്റെ വിശദീകരണം. അപ്പോൾ ഈ ഏതെങ്കിലും മേഖലകളിൽ നാം ഇസ്ലാമിക ദഅവത്ത് ആളുകളിലേക്ക് കൃത്യമായി പകർന്ന് നുകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാനും നിങ്ങളും ഓരോരുത്തരും നിർവഹിച്ചേ പറ്റൂ, അവരവർക്ക് കഴിയുന്ന നിലയിൽ. അപ്പോഴാണ് നിങ്ങൾ ഖൈറ ഉമ്മത്തായത് എന്ന് അല്ലാഹ് നമ്മളോട് പറഞ്ഞു. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് തുടങ്ങി നമ്മുടെ നബി വരെയുള്ള സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമരാവാനുള്ള ക്വാളിറ്റി അല്ലാഹ് പറഞ്ഞത് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്നാണ്. നമ്മുടെ പ്രത്യേകതയായും അള്ളാഹു എടുത്തുദ്ധരിച്ചതായി കാണാൻ കഴിയും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. വിശ്വാസിനികൾ പരസ്പരം സ്നേഹിതന്മാരാണ്, കൂട്ടുകാരാണ്, ചങ്ങാതിമാരാണ്. എന്താണ് അവർ ചെയ്യുന്നത്? നന്മ അവർ ഉപദേശിക്കുന്നു, തിന്മയെ നിരോധിക്കുന്നു. വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ തടയുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു നിർബന്ധപൂർവം പറയുന്നു. പറഞ്ഞു വരുന്നത്,
ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമാണ് നന്മ ഉപദേശിക്കലും തിന്മയെ തടയലും. അത് ഓരോരുത്തർക്കും കഴിയുന്ന അവസ്ഥകൾ എങ്ങനെയാണോ മേൽ പറയപ്പെട്ട 3 അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നിൽ ബന്ധപ്പെട്ടിരിക്കണം എല്ലാവരും. ഇല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമാധാനം പറയേണ്ടി വരും. ഇതിനെതിരിലായിക്കൊണ്ട് അതായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പനകൾക്കെതിരിലായിക്കൊണ്ട് ആര് എന്ത് പറഞ്ഞാലും നിയമങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും ഉൾക്കൊള്ളാനേ കഴിയില്ല, സാധിക്കില്ല. കാരണം അവർക്ക് ഏറ്റവും വലുത് അവരെ സൃഷ്ടിച്ച രക്ഷിതാവാണ്, പിന്നീട് റസൂലാണ്, പിന്നീട് അതിലുള്ള പരിശ്രമങ്ങളാണ് ദീനിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമം. ഒരാൾ പറയുകയാണ് നീ നാളെ മുതൽ മദ്യപിക്കണം, ഒരാൾ പറയുകയാണ് നാളെ മുതൽ നീ തുണി ഉടുക്കണ്ട, ഒരാൾ പറയുകയാണ് നീ നാളെ മുതൽ നിസ്കരിക്കണ്ട. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവന് ഉൾക്കൊള്ളാനേ കഴിയില്ല. പിശാച് മനുഷ്യനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാനുള്ള വഴികൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം അവൻ നിർമ്മിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ പിതാവിനെയും മാതാവിനെയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ അന്ന് തുടങ്ങിയ അവൻ്റെ പ്രവർത്തനം ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു നമ്മളോട് ആ സത്യം പറയുകയാണ്, അതിൽ നിങ്ങൾ പെടരുത്. നിങ്ങളുടെ ഉമ്മയും വാപ്പയും അറിയാതെ അതിൽ പെട്ടുപോയി. മക്കളെ, നിങ്ങൾ അങ്ങനെ ആകരുത്. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്നത്തി യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹും യറാകും ഹുവ വഖബീലു മിൻ ഹൈതു ലാ തറൗനഹു. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, അള്ളാഹു പറയുകയാണ്, ലാ യഫ്തിനന്നകും ശൈത്താൻ. നമുക്കിത് ഓർമ്മയില്ല, അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. ഒരു തൻബീഹ്. എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി ഈ വിഷയം. നിങ്ങളെ പിശാച് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. എന്താണ് പിശാച് ഉമ്മയെയും വാപ്പയെയും പുറത്താക്കാൻ വേണ്ടി അവൻ ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നാം കേട്ടിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നും ഒരു കരി കഴിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കഴിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, അതും അതിൽ ഒന്നാണ്. അവൻ അതിനോടൊപ്പം തന്നെ ഉമ്മയുടെയും വാപ്പയുടെയും അടുക്കൽ ചെന്ന് അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള കുതന്ത്രങ്ങൾ അവൻ ചെയ്തു. എങ്ങനെയാണ്? അള്ളാഹു തന്നെ വളരെ വ്യക്തമായി പറയുന്നു, യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അവർ ധരിച്ചിരുന്ന വസ്ത്രം അവരിൽ നിന്നും നീക്കി അവരുടെ ഗോപ്യമായ മറക്കേണ്ട സ്ഥലങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പിശാച് ചെയ്ത ഒരു കുതന്ത്രം. ആ കുതന്ത്രം കൊണ്ടും കൂടിയാണ് സ്വർഗത്തിൽ നിന്നും നമ്മുടെ മാതാവിനെയും പിതാവിനെയും അള്ളാഹു പുറത്താക്കിയത്. അതേപോലെയുള്ള കുഴപ്പങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കടന്നു വരും. അത് പല മേഖലയിലായിരിക്കാം, പല സന്ദർഭങ്ങളിലായിരിക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ ശാലകളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രാവേളകളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ സദസ്സുകളിലായിരിക്കാം. നിങ്ങളെ ഔറത്ത് വെളിവാക്കിപ്പിച്ച് നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളിനി മരിച്ചു ചെല്ലുമ്പോൾ ഈ പാപം നിങ്ങൾ ഇവിടെ ചെയ്തതിൻ്റെ പേരിൽ നാളെ അവിടെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കാൻ നിങ്ങളോട് അവൻ പല നിലയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഡ്രസ് കോഡുകളും ഒക്കെയായിട്ട് അവൻ വരും. വിശ്വാസികളെ, നിങ്ങളതിൽ പെടരുത്. ഇന്നാ ജഅൽനാ ഔലിയാ ശൈത്താൻ, പിശാചിനെ നാം കൂട്ടുകാരാക്കിയിരിക്കുന്നത് ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാത്തവർക്കാണ്. അവരതിൻ്റെ പുറകെ പൊക്കോട്ടെ, നിങ്ങളതിൻ്റെ പുറകെ പോകരുത്. നിങ്ങളുടെ മക്കളെ അതിൻ്റെ പുറകെ വിടരുത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം.
നിങ്ങളുടെ തന്തയെയും തള്ളയെയും പുറത്താക്കിയതുപോലെ നിങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാനാണ് അവൻ തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, വീണ്ടും അല്ലാഹു പറയുകയാണ്, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, നിങ്ങളുടെ ഔറത്തുകൾ മറയ്ക്കാനുള്ള വസ്ത്രം നിങ്ങൾക്ക് നാം ഇറക്കി തന്നു. വരീഷ, നിങ്ങൾക്ക് അലങ്കാരവും നാം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഔറത്തുകൾ മറയ്ക്കാനും നിങ്ങളുടെ ശരീരത്തെ മറയ്ക്കാനും ശരീരത്തിന് സുരക്ഷിതത്വത്തിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അലങ്കാരവും ഭംഗിയുമായ നിലയിൽ നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട്. വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണട്ടോ നിങ്ങൾ അണിയേണ്ടത്, നിങ്ങൾ ധരിക്കേണ്ടത്. അല്ലാതെ പകുതിയുള്ളതോ അല്ലാതെ ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കുന്നതോ നമ്മിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതോ ആയ ഒരു ഡ്രസ്സ് ആവരുത് എന്നാണ് അള്ളാഹുവിൻ്റെ വ്യക്തമായ കൽപ്പനയും നിർദ്ദേശവും. ഏതാ തഖ്വയുടെ വസ്ത്രം? അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ. അഹ്സാബിലും അന്നൂറ് അധ്യായത്തിലുമൊക്കെ അള്ളാഹു പറഞ്ഞു, സ്ത്രീകൾ ധരിക്കേണ്ട വേഷവും പുരുഷൻ ധരിക്കേണ്ട വേഷവും. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അവരാണ് നമുക്ക് മറ്റുള്ള എന്തിനേക്കാളും നമുക്ക് വേണ്ടപ്പെട്ടത്. അവരെയാണ് നാം കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത്. അവർക്കെതിരിലായി കൊണ്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനോ പ്രവർത്തിക്കാനോ പറ്റുകയില്ല. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അള്ളാഹു തൻ്റെ അടിമകൾക്ക് നൽകിയ സൗന്ദര്യത്തെ തടയുന്നവൻ ആരാണുള്ളത്? ആരാണത് തടയാൻ ആർക്ക് തടയാൻ കഴിയും? അള്ളാഹു തൻ്റെ അടിമകൾക്കും അടിയാത്തുകൾക്കും നൽകിയ വേഷവും അവർക്ക് നൽകിയ സൗന്ദര്യവും അതിനപ്പുറമായിക്കൊണ്ട് അതല്ല സൗന്ദര്യം, അന്യ ആളുകൾ തന്നിലേക്ക് ആകർഷിക്കലാണ്, അവരുടെ ദർശനം എനിക്ക് ലഭിക്കലാണ് എന്നൊരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പറയാൻ എന്താണ് അധികാരമെന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നാം ആരിൽ നിന്നും ഏത് നിലയിലെല്ലാം നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകൾ വന്നാലും നാം മരിച്ച് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മോട് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന നിലയിലായിരിക്കണം. പിശാച് കൂട്ടുകാരായ വിശ്വാസികളല്ലാത്ത ആളുകളുടെ കൽപ്പനകളും ഉപദേശങ്ങളൊന്നും നാം ഒരിക്കലും ഉൾക്കൊള്ളാനേ പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാം മനസ്സിലാക്കണം, ഈ ഭൂമി അള്ളാഹു ഒരു വിലയും കൊടുത്തിട്ടില്ല. കുറച്ച് സമയങ്ങൾ മാത്രമേ ഇവിടെ നമുക്കുള്ളൂ, വളരെ തുച്ഛം ദിവസങ്ങൾ മാത്രം. ആഖിറത്തിന്റെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ നാം പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വളരെ തുച്ഛം. ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി പോലുമില്ല, ആഖിറത്തിന്റെ ഒരു ദിവസത്തിൻ്റെ പകുതി പോലുമില്ല, കാൽഭാഗം പോലും ഇല്ല നമ്മുടെ ഈ ഭൂമിയിലുള്ള 60 അല്ലെങ്കിൽ 70 കൊല്ലത്തെ ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടി, ഈ ജീവിതത്തിൻ്റെ താൽക്കാലിക സൗന്ദര്യവും രസത്തിനു വേണ്ടി എന്നേക്കുമുള്ള നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നമുക്കെങ്ങനെ കഴിയും? ബുദ്ധിയുള്ളവർക്ക് അത് കഴിയുകയില്ല. റസൂൽ പറയുന്നു, ഈ ഭൂമിക്ക് അള്ളാഹു ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരൊറ്റ ഒരുത്തനും ഒരു ഗ്ലാസ് അല്ല ഒരു ഇറുക്ക് വെള്ളം പോലും കുടിക്കാൻ അള്ളാഹു കൊടുക്കുമായിരുന്നില്ല. അപ്പം അത്രയും വിലയില്ലാത്ത ഈ ഭൂമിയിൽ, നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ, ഇവിടുത്തെ ജീവിതം തീർന്നു പോകുന്ന ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും കൽപ്പനകൾ എങ്ങനെയെങ്കിലും വന്നാൽ അതിനെ എല്ലാം വാരി പുണരേണ്ടവരല്ല നാം. പല ആളുകളും ചോദിക്കുന്നു, അത് നമ്മുടെ ഇഷ്ടമല്ലേ, അത് നല്ലതല്ലേ, അതിനെന്താ തെറ്റ്? എൻ്റെ സഹോദരങ്ങളെ, നല്ലത് ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നത് നാമോ അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ഭരണാധികാരികളോ അല്ല, അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നവരോ അല്ല. മറിച്ച് ആരാണ്? നമ്മെ സൃഷ്ടിച്ച, നാം ഇവിടെ എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം, എന്ത് ജോലികൾ ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് തിന്നരുത്, എന്ത് കുടിക്കരുത് എന്നൊക്കെ നമുക്ക് കൽപ്പനകൾ നൽകിയ രക്ഷിതാവിൻ്റെ തീരുമാനമനുസരിച്ചേ നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്നവനാ വിശ്വാസി.
അതിനെതിരിലായിക്കൊണ്ട് ജീവിക്കുന്നവൻ ഏത് പേരുണ്ടായാലും അവൻ വിശ്വാസിയല്ല, അതായത് മുഅ്മിനല്ല, മുസ്ലിമല്ല. നമുക്ക് നമ്മുടെ എല്ലാത്തിനേക്കാൾ വലുത് നമുക്ക് അല്ലാഹു ആയിരിക്കണം, അവൻ്റെ റസൂലായിരിക്കണം, അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദഅവത്തുകളുമായിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പല നിലയിലുള്ള പിശാചുക്കൾ, അള്ളാഹു പറഞ്ഞതുപോലെ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരിലുമുണ്ട് മഹാപിശാജ്, ജിന്നുകളിലുമുണ്ട് മഹാപിശാജ്. മനുഷ്യന്മാരിലുമുണ്ട് നല്ലവർ, ജിന്നുകളിലുമുണ്ട് നല്ലവർ. അതുകൊണ്ട് ഇവരിൽ നിന്നുള്ള പിശാചുക്കൾ പല നിലയിലായും നമ്മുടെ മുമ്പിൽ പല ഉപദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ പല നിലയിലുള്ള കോപ്രായങ്ങളിലൂടെ, അല്ലെങ്കിൽ പല നിലയിലുള്ള സർക്കുലറുകളിലൂടെയൊക്കെ നമ്മുടെ ഇടയിൽ വന്നേക്കാം. അതെല്ലാം ഏത് വന്നാലും അതിനെ നാം ഖുർആനിലേക്ക് തട്ടിക്കണം. അതുമായി ഇതും പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്നാൽ ഉൾക്കൊള്ളണം. പൊരുത്തപ്പെട്ടു പോകുന്നില്ലേ, നമുക്കത് ഉൾക്കൊള്ളാനേ കഴിയില്ല. ഈ നിലയിലായിരിക്കണം നാം ഓരോ വിഷയത്തിലും നമ്മുടെ മാനദണ്ഡം. അല്ലാതെ ഇവിടെ നാം കുറച്ച് നാൾ ജീവിക്കുന്നു, ഇവിടെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്ത് വേഷം ധരിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള തുള്ളിച്ചാട്ടം നടത്തിയാൽ എന്താ, കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മാറാം, അല്ലെങ്കിൽ അതൊക്കെ ഒരു എക്സസൈസാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന് പല ഗുണങ്ങൾ കിട്ടും. ഇതൊന്നും ഞാനല്ല, നിങ്ങളല്ല, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇതിനെല്ലാം ഇവിടെ നമുക്ക് സൗകര്യം നൽകി, നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വായുവും വെള്ളവും വെളിച്ചവും ആരോഗ്യവും നൽകി, നമുക്ക് സമ്പത്ത് നൽകി, നമ്മെ ബുദ്ധി നൽകി, നമ്മെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ അള്ള തന്നെ പറയണം നിങ്ങൾ ഇന്ന നിലയിലൊക്കെ ജീവിക്കണമെന്ന്. അവൻ്റെ കൽപ്പന ഖുർആനിലും ഹദീസിലുമുണ്ടോ? നമുക്കങ്ങനെ പോകാം. ഇല്ലേ, ഒരു കാരണവശാലും പോകൽ അനുവദനീയമല്ല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും കൃത്യമായ പഠനം നടത്തി അതിലേക്ക് നമ്മുടെ ജീവിതത്തെ പറിച്ചു നട്ട് നല്ല മുസ്ലിമായി ജീവിച്ച്, നല്ല മുസ്ലിമായി മരിച്ച്, നല്ല മുസ്ലിങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. സ്നേഹം ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അഹ്സാബ് 66, 67, 68 വചനങ്ങളിലൂടെ അള്ളാഹു നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഉണർത്തുകയാണ്. എന്തിനു വേണ്ടി? ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നാളെ നരകത്തിൽ അള്ളാഹു കുറേ ആളുകളെ ഇട്ട് മറിക്കും. അവരുടെ മുഖങ്ങളെ നരകത്തിൽ മുഖം കുത്തിയവരായ നിലയിൽ അവരെ എറിയും. യഖൂലൂൻ, ആ നരകത്തിൽ വീഴുന്ന ആ ദുർമാർഗികൾ, ആ ഭാഗ്യം കെട്ടവർ പറയും, യാ ലൈതനാ അത്അനല്ലാഹ് വ അത്അന റസൂൽ, ഞങ്ങൾക്ക് വന്ന ഗതികേടെ, കഷ്ടമേ, ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് നരകത്തിൽ വീണ് നരകത്തിൽ കിടന്ന് മറിഞ്ഞ് കരിഞ്ഞ് ഇളകുന്ന അവസരത്തിൽ
ഒരു രക്ഷയുമില്ലാത്ത അവസരത്തിൽ നാളെ അവർ പറയും. ഇവിടെയുള്ള നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് അരുതാത്തത് പറഞ്ഞ് അരുതാത്തത് ചെയ്ത് അതിനുവേണ്ടി മാനസികമായ പിന്തുണകൾ കൊടുത്ത മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണം. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയും ശേഷം നരകത്തിൽ മുഖം കുത്തിയവരായ നിലയിൽ എറിയപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം. അന്നിങ്ങനെ വിലപിക്കും, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. വഖാലു റബ്ബന, അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇന്ന അതഅന സാദതന വ കുബറാഅന, ഞങ്ങളുടെ പല നിലയിലുള്ള പിശാചുക്കളായ നേതാക്കന്മാർ അവരെ ഞങ്ങൾ അനുസരിച്ചു പോയി. അതഅന, ഞങ്ങൾ അനുസരിച്ചു പോയി. സാദതന, ഞങ്ങളുടെ നേതാക്കന്മാർ. വ കുബറാഅന, ഞങ്ങളിൽ നിന്നും വലിയ വലിയ ആളുകളെന്ന് ഞങ്ങൾ ധരിച്ച കുറെ എംബോക്കികളെ, കുറെ പിശാചുക്കളെ ഞങ്ങൾ അനുസരിച്ചു പോയി, അംഗീകരിച്ചു പോയി. ഫഅളല്ലൂന, അവർ ഞങ്ങളെ പിഴപ്പിച്ചു തമ്പുരാനെ, ഞങ്ങളുടെ വഴി, യഥാർത്ഥ വഴി നിന്റെ വഴിയായിരുന്നു എന്ന് ഞങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. ഈ ഗതികേട് ഞങ്ങൾക്ക് വന്നല്ലോ. അതുകൊണ്ട് റബ്ബനാ ആതിഹിം, ഞങ്ങളുടെ ആ നേതാക്കന്മാർക്ക് നീ കൊടുക്കും പടച്ചോനെ, ഞങ്ങൾക്ക് നീ ഇപ്പോൾ നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി കൊടുക്ക്. വലഅൻഹും ലഅനൻ കബീറ, അങ്ങേയറ്റത്ത് ഗൗരവമായ ഏറ്റവും വലിയ ശാപവും അവരെ ശപിക്ക് എന്ന് നരകത്തിൽ കിടന്ന് മുഖം കുത്തി മറിയുന്ന അവസരത്തിൽ നേതാക്കന്മാരെയും അണികളെയും അവരുടെ ഉപദേശങ്ങളെയും അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകളും വാങ്ങി തിന്ന് വയറ് വീർപ്പിച്ച് ഭൂമിയിലൂടെ 30 കൊല്ലോ 40 കൊല്ലോ ജീവിച്ച അഭാഗ്യം കെട്ട ആളുകൾ നാളെ ഇങ്ങനെ പറയുമെന്ന് അള്ളാഹു നമ്മെ ഉണർത്തുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒന്നും മിണ്ടേണ്ടതില്ല, നിങ്ങൾക്കുമുണ്ടിരട്ടി അവർക്കുമുണ്ടിരട്ടി. എൻ്റെ കൽപ്പന അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. നിങ്ങൾ അവരുടെ നിറങ്ങൾ നോക്കിപ്പോയി, അവരുടെ സമ്പത്ത് നോക്കിപ്പോയി, അവർ നിങ്ങൾക്ക് തരുന്ന ചെറിയ എച്ചിലുകൾ നിങ്ങളതനുസരിച്ച് അതിനെ തേടി നിങ്ങൾ പോയി. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ നിഷേധിച്ചു. അല്ല, ഞാൻ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. നിങ്ങൾ അനുഭവിച്ചോ. ഫദൂഖു, അള്ളാഹു പറയും, നിങ്ങൾ അനുഭവിച്ചോ, ഇതല്ലാതെ വേറൊരു വഴിയും ഇനിയില്ല എന്ന് നാളെ പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് ബുദ്ധിയുള്ള വിവേകമുള്ള മഹാഭാഗ്യവാന്മാരിൽ പെടാൻ താല്പര്യമുള്ളവരോട് അള്ളാഹു ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. കുതന്ത്രക്കാരിൽ നിന്നും കുഴപ്പക്കാരിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കാൻ പല നിലയിലുള്ള ശ്രമങ്ങളും പ്രവർത്തികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർമാർഗികളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാ സത്യാവിശ്വാസി